ബഹുമാനപ്പെട്ട നമ്മുടെ ഏറെ പ്രിയങ്കരനായ തിരൂർ MLA ജനാബ് കുറുക്കോളി മൊയ്തീൻ സാഹിബ്, ഇന്നത്തെ പരിപാടിയിലെ മുഖ്യാതിഥിയും സൗദി അറേബ്യയിലെ വ്യവസായ പ്രമുഖനും നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യവുമായ ഡോക്ടർ MA കബീർ സാഹിബ്, ഇന്നത്തെ കരിയർ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ്, JCAയുടെ ദേശീയ പരിശീലകനായ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ്, KKMയുടെ മുഖ്യ രക്ഷാധികാരി സിദ്ദീഖ് കൂട്ടുമുഖം, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് KK അബ്ദുള്ള സാഹിബ്, KKMയുടെ മുൻ ചെയർമാൻ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ദിലീപ് കോട്ടപ്പുറം, പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അസിസ്ക ഉമ്മർ സാഹിബ്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അബ്ദുസലാം സാഹിബ്, അതുപോലെ മറ്റ് വിശിഷ്ടാതിഥികളെ, ഏറെ പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, KKMയുടെ അഭ്യുദയകാംക്ഷികളായ രക്ഷിതാക്കളെ, KKMയുടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രവർത്തകന്മാരെ, സാരഥികളെ, അസ്സലാമു അലൈക്കും. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടോളമായി കുവൈത്തിലെ പ്രവാസ ഭൂമികയില് ഉദയം കൊണ്ടൊരു പ്രസ്ഥാനമാണ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ. കഴിഞ്ഞ 25 വർഷങ്ങൾക്കകം കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പ്രവാസ ലോകത്ത് എന്നും എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് KKMA. നിങ്ങൾക്കറിയാം, കുവൈത്തിലെ കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും കിഡ്നി ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങി മാതൃക കാണിച്ച പ്രസ്ഥാനം. കുടിവെള്ളമില്ലാതെ നെട്ടോട്ടുമോടുന്ന ജനങ്ങൾക്ക് തെളിനീരുകൾ നൽകിക്കൊണ്ട് ഒട്ടനവധി 27ഓളം കിണറുകൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നൽകിയ ഈ പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്നതിന് ശേഷം വിധിയുടെ വിളിക്കുത്തരം നൽകി പിരിഞ്ഞുപോയ ഒട്ടനവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി ഇതിനകം 73 കോടിയോളം രൂപ ആ കുടുംബങ്ങൾക്ക് നൽകി മാതൃക കാണിച്ച പ്രസ്ഥാനം. അതിലെല്ലാം ഉപരി ഇന്നിവിടെ നടക്കാൻ പോകുന്നത് പഠനത്തിൽ ഏറെ മുന്നോട്ട് നിൽക്കുകയും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായ സഹായങ്ങൾ ചെയ്ത് സ്കോളർഷിപ്പ് നൽകി KKMA ദത്തെടുത്ത വിദ്യാർത്ഥികളാണ് ഈ സദസ്സിൽ നിങ്ങൾക്ക് മുൻപാകെ. KKMA സ്കോളർഷിപ്പ് നൽകി വളർത്തിയ വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന്റെ നാനാതുറകളിലും ഡോക്ടർമാരായും എഞ്ചിനീയർമാരുമായും അതുപോലെ രാജ്യത്തിന് പുറത്തും അകത്തും ജോലി ചെയ്യുന്ന ഒട്ടേറെ പേർ ഇതിനകമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിന്നുപോയ ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം പോയ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിന് നാളെയുടെ പ്രകാശഗോപുരമായി ജ്വലിച്ചു നിൽക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു എളിയ സേവനമാണ് ഈ KKMA നൽകുന്ന സ്കോളർഷിപ്പ്. ഇതിനകം നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഞങ്ങൾ ഈ സംരംഭത്തിലൂടെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിയ ഈ സംഘടനയെ കുറിച്ച് വിശദമായി ഇതിന് മുൻ ചെയർമാൻ KKMA പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്റെ സ്വാഗത പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ
MLA-യും മുസ്ലിം ലീഗിന്റെയും അതുപോലെ കർഷക സംഘത്തിന്റെയും എല്ലാം ആദരണീയനായ നേതാവ് ജനാബ് കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും KKMA എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യും. രണ്ടാമത് നമ്മുടെ മുഖ്യ അതിഥിയായി നിങ്ങളോട് സംസാരിക്കാനേറ്റ നമ്മുടെ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമ്മുടെയൊക്കെ അഭിമാനമായ ഈ നാടിന്റെ അഭിമാനമായ ഡോക്ടർ MA കബീർ സാഹിബിനെയും ഈ സംഘടനക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ സന്നിധരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി എപ്പോഴും ഒരു കരുത്താകുന്ന കരിയർ മോട്ടിവേഷൻ ക്ലാസ് നൽകാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ ഹാറൂൺ അബ്ദുൽ റഷീദ് സാഹിബ്, അദ്ദേഹത്തെയും KKMA-യുടെയും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടിയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ പരിപാടി നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയ KKMA-യുടെ ആദരണീയ അധ്യക്ഷൻ KK അബ്ദുള്ള സാഹിബ്, KKMA-യുടെ മുഖ്യ രക്ഷാധികാരിയും ഞങ്ങളുടെ വഴികാട്ടിയുമായ KKMA-യുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് കൂട്ടുമുഖം സാഹിബ്, അതുപോലെ തന്നെ മുൻ ചെയർമാൻ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന KKMA-യുടെ എല്ലാ സാരഥികളെയും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ KK അബ്ദുള്ള സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.